ഹായ് വ്യൂവേഴ്സ്, ഞാൻ AGR. ദിൽസെ വിത്ത് FK എന്ന ഇൻ്റർവ്യൂ എഡിഷൻ വിജയകരമായി തീർത്ത എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ഇന്നു മുതൽ FDFS വിത്ത് FK എന്ന റിവ്യൂ എഡിഷൻ തുടങ്ങുകയാണ്. ആദ്യ ചിത്രം പേരൻപ്. തെന്നിന്ത്യൻ സിനിമാ ലോകം ഏറെ നാളെ കാത്തിരുന്ന മമ്മൂട്ടി റാം ടീമിൻ്റെ പേരൻപ് റിലീസായിരിക്കുകയാണ്. കട്ടർത്ത് തമിഴ്, തങ്കമീനുകൾ, തരമണി എന്നീ ചിത്രങ്ങൾക്ക് ശേഷം റാം സംവിധാനം ചെയ്യുന്ന 10 വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടി തമിഴിൽ തിരിച്ചെത്തുന്ന സിനിമയാണ് പേരൻപ്. തൻ്റെ സിനിമകളിൽ എന്നും വ്യത്യസ്ത പുലർത്തണം എന്ന ആഗ്രഹമുള്ളൊരു സംവിധായകനാണ് റാം. അദ്ദേഹം ചർച്ച ചെയ്യുന്ന വിഷയം എന്നും പ്രസക്തിയുള്ളതാണ്. ഇത്തവണയും അത് കൂടുതൽ വൈകാരികവും ശക്തവുമായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. തൻ്റെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് സ്പാസ്റ്റിക് പാരാലിസിസ് എന്ന അസുഖം ബാധിച്ച രോഗിയായ തൻ്റെ മകളുടെ അടുത്തേക്ക് തിരിച്ചെത്തുന്ന അമുദേവനാണ് റാമിൻ്റെ നായകൻ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അമുദേവനും രോഗിയായ മകളും മനുഷ്യവാസമില്ലാത്തൊരിടത്തേക്ക് താമസം മാറിപ്പോവുകയാണ്. ഇരുവരും തമ്മിലുള്ള പവിത്രമായ സ്നേഹബന്ധത്തെ പ്രകൃതിയുമായി ഇണക്കിച്ചേർത്ത് 12 അധ്യായങ്ങളിലൂടെ റാം കഥ പറയുന്നു. അമുദേവൻ എന്ന രക്ഷിതാവ് നേരിടുന്ന മാനസികമായ വെല്ലുവിളികളാണ് പേരൻപ്. സിനിമാ ലോകം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത കലാതലങ്ങളിലൂടെ കഥ സഞ്ചരിക്കുന്നു. ഇത് തന്നെയാണ് പേരൻപിനെ ഒരു മാസ്റ്റർ പീസ് ആക്കുന്നത്. കുറേ നാളുകൾക്ക് ശേഷം കാണുന്ന മമ്മൂട്ടിയുടെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളൊന്നാണ് പേരൻപിലെ അമുദേവൻ. ചിത്രത്തിലുടനീളം വളരെ അസാധ്യമായ പ്രകടനമാണ് മമ്മൂട്ടി കാഴ്ചവെച്ചിരിക്കുന്നത്. മമ്മൂട്ടിക്ക് മാത്രം സാധ്യമാകുന്ന ഒരു മാജിക് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. അതുപോലെ തന്നെ കഥയിൽ അവതരിപ്പിച്ച അഞ്ജലി അമീറിൻ്റെയും വേഷം വളരെ ഗംഭീരമായി അവതരിപ്പിച്ചു. അമുദേവൻ്റെ മകളായ പാപ്പയുടെ വേഷം ചെയ്ത സാധനയുടെ പ്രകടനം വളരെ ഗംഭീരമാണ്. ഇരുവരും തമ്മിലുള്ള കെമിസ്ട്രിയാണ് പേരൻപിൻ്റെ ആത്മാവ്. അതുപോലെ തന്നെ അഞ്ജലിയുടെയും പുതുമുഖ നായിക അഞ്ജലി അമീറിൻ്റെയും കഥാപാത്രങ്ങൾ എടുത്തു പറയേണ്ടതാണ്. ചിത്രത്തിൽ മനോഹരമായ കാഴ്ചകൾ സമ്മാനിച്ച ക്യാമറാമാൻ തേനീശ്വർ അഭിനന്ദനം അറിയിക്കുന്നു. ഗംഭീര വർക്ക്. അതുപോലെ തന്നെ യുവൻ ശങ്കർ രാജയുടെ സംഗീതം അദ്ദേഹത്തിൻ്റെ കരിയർ ബെസ്റ്റ് എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഓരോ സിനിമാ പ്രേമിയും കണ്ടിരിക്കേണ്ട, അനുഭവിച്ചറിയേണ്ട ഒന്നാണ് പേരൻപ്. അത് സമ്മാനിച്ച റാമിന് നന്ദി.